ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ഇപ്പോൾ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഗസയിൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ മുൻനിർത്തിയാണ് ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന് മാത്രമല്ല, ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഗാലന്റിനെതിരെയും ഈ ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വളരെ വലിയൊരു കുറ്റം തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ ICCയുടെ ചേംബർ വിലയിരുത്തി. ഭക്ഷണം, വെള്ളം, മരുന്ന്, അതായത് ഒരു ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പോലും ഗസയിലെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നെതന്യാഹുവിനെതിരെ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ഒരു അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാനായിട്ട് ICCക്ക് പോലീസില്ല. ഇവർ മെയിനായിട്ട് ആശ്രയിക്കുന്നത് അംഗരാജ്യങ്ങളിലെ പോലീസിന്റെ സഹായത്തെയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇനി ഇസ്രായേലിൽ തന്നെ കഴിയേണ്ട ഒരവസ്ഥ വന്നേക്കാം. കാരണം ഇനി പണ്ടത്തെ പോലെ അദ്ദേഹം ഏതെങ്കിലും രാജ്യത്തേക്ക് ഫ്രീ ആയിട്ട് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ലാതെ സഞ്ചരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം ഈ ഒരു അറസ്റ്റ് വാറണ്ട് ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ പെട്ടെന്ന് പോയി വരാൻ ഇനി ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിയുകയില്ല. മറ്റൊരു വാർത്ത വരുന്നത്, ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള UN പ്രമേയം US ഇപ്പോൾ വീറ്റോ ചെയ്തിരിക്കുകയാണ്. അതായത് അമേരിക്ക അതിനെ വീറ്റോ ചെയ്തിരിക്കുകയാണ്. 15 അംഗ കൗൺസിലിൽ 14 പേരും ഈ ഒരു പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ US അതിനെ വീറ്റോ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രമേയം അംഗീകരിക്കപ്പെട്ടില്ല. അമേരിക്ക ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയാണ് കൊടുക്കുന്നത്. അത് ഇപ്പോഴല്ല, കാലാകാലങ്ങളായിട്ട് ഇസ്രായേലിന് അമേരിക്ക തന്നെയാണ് പിന്തുണ കൊടുക്കുന്നത്. ഗസയിലെ ജനങ്ങളെയോ അവരനുഭവിക്കുന്ന ഈ ഒരു ദുരിതത്തെയോ നിർത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അമേരിക്ക ഒരിക്കലും ചെയ്തുകൂടാത്തൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു സീസ് ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഗസയിലുള്ള ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. കാര്യം ഇത്ര ബേസിക് ആയിട്ടൊരു നീഡ് പോലും അവർക്ക് കിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സീസ് ഫയർ എന്നുള്ളത് ഈ സമയത്ത് ഗസയിലെ ജനങ്ങളോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ഉപകാരമാണ്. പക്ഷെ അതുപോലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും അമേരിക്കയിൽ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള നിരവധി സമരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം ആൾക്കാർ പാലസ്തീന് സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ രാഷ്ട്രീയ നേതൃത്വം ഒരിക്കലും പാലസ്തീൻ അനുകൂലമായിട്ടല്ല, ഇസ്രായേലിന് അനുകൂലമായിട്ടാണ്. അവരുടെ കൂടുതലും നടപടികളും ഇസ്രായേലിന് അനുകൂലമായി തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ നെതന്യാഹു ഗസയിൽ സന്ദർശിച്ചു, ഒരു മിന്നൽ സന്ദർശനം നടത്തി എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഗസയിൽ നിന്ന് തിരിച്ചു പോയതിന് ശേഷം കുറേയധികം വീഡിയോയും അതുമായി ബന്ധപ്പെടുത്തിയ ഫോട്ടോകളും എല്ലാം തന്നെ അദ്ദേഹം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ കാണാം, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും ഹെൽമറ്റുകളും സുരക്ഷാ സാമഗ്രികളും എല്ലാം ധരിച്ചുകൊണ്ടാണ് നെതന്യാഹു എത്തിയത്. യുദ്ധത്തിൽ ഇസ്രായേൽ നേടിയ മേധാവിത്വം പ്രകടമാക്കാനായിട്ടാണ് ഈ ഒരു സന്ദർശനം എന്ന രീതിയിലും വിലയിരുത്തലുകൾ വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഗസയിലുള്ള ഇസ്രായേലി ബന്ദികളെ, ഏകദേശം 100-ലധികം ബന്ദികളെ കണ്ടെത്താൻ കഴിയാത്ത ഇസ്രായേലിൻ്റെ ശേഷിക്കുറവിനെയും ഒരു വിഭാഗം വിമർശിക്കുന്നുണ്ട്. അതിനിടെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ഓരോ ബന്ധിയെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നവർക്ക് $5 മില്യൺ പാരിതോഷികം ഇപ്പോൾ നൽകുമെന്ന് പറയുന്നത്. അതായത് ബന്ധിമോചനം എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തിലൂടെ അല്ലാതെ മറ്റേതെങ്കിലും വഴിയിലൂടെ നടക്കുമോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. നമസ്കാരം.